കഴിഞ്ഞ ദിവസം ഏദൻ ഉൾക്കടലിൽ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണത്തിന് ഇരയായ വ്യാപാര കപ്പലിലെ 13 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 23 പേരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തി. മാർച്ച് 4 ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ലൈബീരിയൻ പതാകയുള്ള വാണിജ്യ കപ്പലായ MSC Sky II അഗ്നിക്കിരയായതായി നാവികസേന ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞു. സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ആ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യയുടെ INS കൊൽക്കത്തയാണ് ആ കപ്പലിലുള്ളവരെ രക്ഷപ്പെടുത്തിയത്. INS കൊൽക്കത്തയിൽ നിന്നുള്ള 12 പേരടങ്ങുന്ന ഒരു പ്രത്യേക അഗ്നിശമന സംഘം മാർച്ച് 5 തീ അണക്കാനുള്ള ശ്രമത്തിൽ സഹായിക്കാനായി പുറപ്പെട്ടത്. പിന്നീട് ആ കപ്പലിലുണ്ടാകുന്ന അപകട സാധ്യതകൾ പരിശോധിക്കാനും സഹായിക്കാനുമായി ഒരു സ്പെഷ്യൽ ടീമും ആ കപ്പലിലേക്ക് കയറിയിരുന്നു. ചെങ്കടലിലെ വിവിധ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതി പോരാളികൾ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് പുതിയ സംഭവം അരങ്ങേറുന്നത്. ഏദനിൽ നിന്ന് ഏകദേശം 90 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായി സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു ഈ കപ്പലിനെതിരായ ആക്രമണമുണ്ടായത്. ഡ്രോൺ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം കാരണം തീപിടുത്തമുണ്ടായതായാണ് നാവികസേന പറയുന്നത്. ഗൾഫ് ഓഫ് ഏദനിൽ ലൈബീരിയൻ പതാക ഘടിപ്പിച്ച സ്വിറ്റ്സർലൻഡിൻ്റെ ഉടമസ്ഥയിലുള്ള കണ്ടെയ്നർ കപ്പൽ ആക്രമണം നടത്തിയതായി ഹൂതി പോരാളികളും അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് നാവികസേനയുടെ ഈ പ്രസ്താവന. ഗാസയിൽ ഇസ്രയേലിനെതിരെ യുദ്ധം നടത്തുന്ന ഹമാസിനെ പിന്തുണച്ച് ഹൂതികൾ നവംബർ പകുതി മുതൽ തെക്കൻ ചെങ്കടലിലും പരിസരത്തും വ്യാപാരികളുടെയും സൈനികരുടെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർന്നു വരികയാണ്. ഗാസയിലെ യുദ്ധം ഇസ്രയേൽ അവസാനിപ്പിക്കുന്നതുവരെ കപ്പലുകൾ തകർക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നാണ് ഹൂതികൾ അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ കാരണം പല വാണിജ്യ കപ്പലുകളും ചെങ്കടൽ, സൂയസ് കനാൽ എന്നിവയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം ദക്ഷിണാഫ്രിക്ക ചുറ്റി സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇത്തരം ആക്രമണങ്ങളെ തുടർന്ന് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിരവധി വ്യാപാര കപ്പലുകൾക്ക് ഇന്ത്യൻ നാവികസേന സഹായം നൽകിയിട്ടുണ്ട്. ചെങ്കടൽ മേഖലയിലെ സംഘർഷങ്ങളും ഈ സുരക്ഷാ ആശങ്കകളും രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സമുദ്ര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നാവികസേന നിർണായകമായ നിരവധി നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്.